ഇപ്പോൾ എം നരവനെ എഴുതി എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാകും. നമ്പർ 2, എം നരവനെ ഇപ്പോൾ എഴുതിയെന്ന് പറയുന്നു, നിങ്ങളുടെ യുക്തം പോലെ ചെയ്തോളൂ എന്ന്. അങ്ങനെയല്ലേ ഒരു ഭരണാധികാരി പറയേണ്ടത്? അതൊരു പരാതിയാകുന്ന ഇങ്ങനെ ഒരു പട്ടാളക്കാരനെ സമയത്തോളം. ഒരു പട്ടാളക്കാരനോട് നീ ആദ്യം വ്യോമയുദ്ധം തുടങ്ങണോ കരയുദ്ധം തുടങ്ങണോ എന്ന് ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് ഈ 62-ലെ യുദ്ധമൊക്കെ നമ്മൾ തോറ്റത്. 62-ലെ യുദ്ധത്തിലറിയാം വിമാനം ഉപയോഗിച്ചില്ല നമ്മൾ. എന്തോ ഒരു പ്രിൻസിപ്പിളായിരുന്നു നെഹ്റുവിൻ്റെ. യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാം, ഉള്ളത് തന്നെ വളരെ കുറവാണ്, പക്ഷേ അത് ഉപയോഗിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇതുപോലെ ഈ സിവിലിയൻ ഭരണകൂടം യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പാടില്ല. ആ സമയത്ത് നടന്ന മറ്റേ ജൂൺ 15 നടന്ന ഗാൽവനിൽ നടന്ന പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അതിനുശേഷം അതിൻ്റെ നമ്മുടെ ഒരു നയത്തിലൊരു മാറ്റം വരുത്തിയിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തിരിച്ചടിക്കാനുള്ളൊരു ഇത് പൂർണ്ണമായും ആർമിക്ക് നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ നരവാനെ പറയുന്ന ഓഗസ്റ്റ് 31 വരുന്നത്. അപ്പോൾ മോദി സർക്കാർ വന്നത് മുതൽ ഈ പോളിസി, പൊളിറ്റിക്കൽ അതോറിറ്റി യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് തീരുമാനിക്കുന്ന പോളിസി മാറ്റി. യുദ്ധം വേണോ വേണ്ടയോ എന്ന് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ബട്ട് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് പട്ടാളക്കാരാണ്. ഈ നമ്മളുടെ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായല്ലോ 71-ൽ ഇന്ദിരാഗാന്ധിയുടെ. ആ യുദ്ധം ആദ്യം ഇന്ദിരാഗാന്ധി യുദ്ധം തുടങ്ങാൻ പറഞ്ഞു മനേക്ഷയുടെ അടുത്ത്. മനേക്ഷ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് 6 മാസം കഴിഞ്ഞാണ് യുദ്ധം തുടങ്ങുന്നത്. മനേക്ഷയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെയുള്ളവർ പറഞ്ഞു ശരിയല്ല, ആ മനുഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിന് വലിയ വാല്യൂ ഉണ്ട്, വെറുതെ മരം കയറിയിട്ട് അയാളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ലാതെ പോകും. പല്ല് കടിച്ചു പിടിച്ചാണ് ഇന്ദിരാഗാന്ധി സഹിച്ചത്. ബട്ട് ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി മനേക്ഷയുടെ ഡിസിഷനായിരുന്നു കറക്റ്റ്. അപ്പോൾ അങ്ങനെ പട്ടാളക്കാർ തിരിഞ്ഞു നിന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചുമ്മാ മെക്കാനിക്കലായിട്ട് അങ്ങ് തുടങ്ങുകയില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളെ കരസേനാ മേധാവി ഈ പരാതി പറഞ്ഞില്ല. ഓപ്പറേഷൻ സിന്ദൂറിലും അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇതായിരുന്നു, യുക്തമായ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ദേ ഡിസൈഡഡ് ദ ടൈമിംഗ് ആൻഡ് ഡേറ്റ്. ഇറ്റ് വാസ് നോട്ട് മോദി. മോദിക്ക് അറിയില്ലായിരുന്നു എപ്പോഴാണ് പാകിസ്ഥാനെ നമ്മൾ തല്ലാൻ പോകുന്നത്. ആദ്യത്തെ വെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് മെസ്സേജസ് ഫ്ലൈ ചെയ്തു, നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മോനെ എല്ലാം നോക്കിയിട്ടുണ്ട്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീയിങ് ഡൺ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പട്ടാൾക്കാർക്ക് പരാതിയില്ലെങ്കിൽ എം നരവണയ്ക്ക് പരാതി വരുന്നത് എങ്ങനെയാണ്? ഫുൾ ഫ്രീഡം എനിക്ക് തന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഫുൾ ഫ്രീഡം തരുന്നില്ല എന്നാണ് സാധാരണ എല്ലാ പട്ടാളക്കാരുടെയും പരിപാടി. നരവനെ പറയുന്നത് എനിക്ക് യുക്തമായിട്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, തീരുമാനം എടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നരവനേക്ക് കൊടുക്കണം. കാരണം അദ്ദേഹം ഇത് എഴുതിയോ ഇല്ലെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. ഹീ ഈസ് നോട്ട് സ്പീക്കിംഗ് ടു എനിബഡി. അതിന്നലെ ഇവർ നമ്മുടെ റിപ്പബ്ലിക് ചാനലുകാർ പലതവണ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു. ഈ സ്വിച്ച് ഓഫ്, ആരോടും സംസാരിക്കുന്നില്ല. കാരണം അതിൽ തലവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്ക്.